അസ്സലാമു അലൈക്കും ഗായ്സ്. അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്ന് വെച്ചാൽ ഞാനൊരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം മോൾക്ക് കഴിഞ്ഞ 3 വർഷമായിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് ഫിസിയോതെറാപ്പീസ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല. ഒന്ന് അവളെ ഇടയ്ക്കിടയ്ക്കുള്ള ഹോസ്പിറ്റൽ അഡ്മിഷൻ കാരണം. അപ്പം ഈ മോളെയും കൊണ്ട് ഇങ്ങനെ ഓടുന്ന സമയത്ത് എനിക്ക് എല്ലാം കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ അഡ്മിഷനും അതിൻ്റെ സ്ട്രഗിൾസും എല്ലാം കൂടെ പറ്റുന്നുണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കൊരു ന്യൂ ലൈഫിലേക്ക് ഞാൻ എത്തി. അതിൻ്റെ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നതിലൂടെ കൂടി എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ. അപ്പം മോള് പ്രോപ്പറായ ടൈം ഫിസിയോതെറാപ്പി നിർബന്ധമായ ഒരു കാര്യമാണ്. പക്ഷെ എനിക്കത് പറ്റുന്നുണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് ഇന്ന് എന്ന് വെച്ചാൽ ഞാനിപ്പം ഓൺ ദി സ്പോട്ട് എനിക്ക് ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ ഇനി ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. എനിക്ക് പറ്റുന്നുണ്ടായിട്ടില്ല. ഞാൻ കണ്ണിൻ്റെ ഡോക്ടറെ കാണിക്കും. പക്ഷെ ഓരോ ഡോക്ടർക്ക് ഞാൻ പോകുമ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും പറ്റുന്നില്ല എനിക്ക്. ഞാൻ ഒരുപാട് മെൻ്റലി ഡൗൺ ആയിട്ടുണ്ടായത് കൊണ്ട് മോള് ഇനി അവളെ ഹെൽത്ത് ഇഷ്യൂസായിട്ട് അഡ്മിഷൻ അല്ലാത്ത ടൈം പോലും എനിക്ക് പറ്റാറുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഉമ്മ എപ്പം പറയും മോളെ ചെയ്യണം, മോളെ ചെയ്യണം. അപ്പോൾ ഡോക്ടേഴ്സും പറഞ്ഞു നീ പല്ല് തേക്കുന്ന പോലെ, നീ ബ്രഷ് ചെയ്യുന്നത് പോലെ, നീ കുളിക്കുന്നത് പോലെ അതേ ഒരു ആക്ടിവിറ്റി ആയിട്ട് മോള് ഫിസിയോതെറാപ്പി നീ നിർബന്ധമായിട്ട് മുന്നോട്ട് കൊണ്ടു. പക്ഷെ എനിക്ക് പറ്റുന്നുണ്ടായിട്ട്. പക്ഷെ ഇന്ന് മുതൽ ഞാൻ തീരുമാനിച്ച് ഇനി എങ്ങനെയായാലും എൻ്റെ മോക്ക് എന്ന് വെച്ചാൽ സർവൈവ് ചെയ്യണം. അപ്പോൾ അവൾക്ക് നിർബന്ധമായിട്ട് ഞാൻ ഫിസിയോതെറാപ്പി ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രിക്ട്നെസ് വരും. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുണ്ട് എൻ്റെ കൂടെ, നിങ്ങളുണ്ടാവുന്നില്ല പ്രതീക്ഷയോടുകൂടി ഞാൻ ഇനി മോക്ക് ഫിസിയോതെറാപ്പി ചെയ്യണം. അപ്പം ഫിസിയോതെറാപ്പി ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും ഇപ്പോൾ മോക്ക് എനിക്ക് കുറേ കാര്യങ്ങളും അറിയാം. ഫിസിയോതെറാപ്പി ബേസിക്കായി ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഓൾറെഡി മോക്ക് ചെയ്തുകൊണ്ടുണ്ടായതുകൊണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് സ്റ്റക്ക് ഓൺ ആയതുകൊണ്ട് എനിക്ക് പറ്റാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം നല്ല ഹാപ്പിനെസ് എന്ന് വെച്ചാൽ അതെനിക്ക് തിങ്ക് ചെയ്യാനും അത് ചെയ്യണമെന്നില്ല, ആ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ എനിക്ക് എടുത്ത് അത് ചെയ്യണമെന്നുള്ളൊരു ഇത് വന്നതുകൊണ്ട് മാഷാ അല്ലാ എനിക്ക് എന്താ പറയണ്ട്, എനിക്ക് എന്തോ തിരിച്ചു കിട്ടിയൊരു ഫീലിംഗ് ആണ്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമായി ഞാൻ എപ്പിസോഡ്സ് ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ എനിക്ക് പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. കാരണം ഇനിയില്ല അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയാൻ എനിക്ക് എന്ത് പറയണം, എവിടെ തുടങ്ങണം ഒന്നും എനിക്കറിയില്ല. കാരണം എന്ത് ചെയ്യണം എന്നറിയില്ല എനിക്ക്. അപ്പോൾ ഇപ്പം ഞാൻ അതിൻ്റെ എപ്പിസോഡ്സ് ആയിട്ട് 7th എപ്പിസോഡായത്. അപ്പോൾ ഒരു ട്രബിളാണ്ടായി, അതാണ് എപ്പിസോഡ്സ് ഉണ്ടായിരുന്നു. കാണുന്ന കുറച്ച് എൻ്റെ വീഡിയോസ് എല്ലാ ദിവസവും വാച്ച് ചെയ്യുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അവരോട് ഞാൻ പറയുന്നു, ഞാൻ സ്റ്റക്കാണ്ടായിന്, എനിക്ക് മുൻപോട്ട് എപ്പിസോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല എൻ്റെ ഐസമോളായിട്ടുള്ള ലൈഫ് ജേണിയിൽ. അതുകൊണ്ട് തന്നെ സ്റ്റക്കായത്. ഇൻഷാ അല്ലാ ഇനി മുതൽ എപ്പിസോഡ്സ് എല്ലാ ദിവസവും വരും. ബൈ ഗായ്സ്.